ഹലോ. അങ്ങനെ ഹലോ മമ്മി കണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷം. ഈ പടം ഒരു ചെറിയ ഒരു സിമ്പിൾ നൈസ് ഒരു പരിപാടിയായിരുന്നു പിടിക്കാൻ നോക്കിയത്. അതിന് ആ ഡയറക്ടറെ സമ്മതിച്ചു പറ്റു. നൈസായിട്ട് പുതിയ ജനറേഷനിലെ ഒരു ഹൊറർ പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഈ ഹൊറർ കാണിക്കാതെ ആ ഹൊററിന്റെ പരിപാടി, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എല്ലാ ഹൊറർ പടത്തിലും ഹൊറർ ഉണ്ടാകുന്ന കാരണമോ അല്ലെങ്കിൽ ഹൊററിനെ കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് അങ്ങനെ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഉണ്ടെന്ന്, അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നുമില്ലാന്ന് തന്നെ നമുക്കത് ഫീൽ ചെയ്യിപ്പിച്ച് കാണിച്ചു തരും. അതാണ് ഇതിലെ പരിപാടി. അത് ഒരു വെറൈറ്റി ഒരു പരിപാടിയാണ് ഡയറക്ടർ പിടിച്ചിട്ടുള്ളത്. അത് നല്ലതായിട്ട് വർക്കൗട്ടും ആയിട്ടുണ്ട്. അത് കിടിലം ഒരു പരിപാടിയായിരുന്നു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന VFX വർക്ക്, അതിനൊരു കിടിലം കൈയടി അറിയിക്കുന്നുണ്ട്. അസാധ്യമായ ഒരു പരിപാടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ VFX ആണെന്ന് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. അത്രയ്ക്ക് കിടിലം പരിപാടിയായിരുന്നു VFX ടീം വിളിച്ചിരിക്കുന്നത്. അത് കിടിലം തന്നെ, അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. അതുപോലത്തെ വർക്കായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ കോമഡി ഉണ്ട്. ഫാമിലി ഒരു പാക്കേജ് ആണ് പടം. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് പോയി ഒന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലം പരിപാടി. എല്ലാ ഓൾമോസ്റ്റ് ഒരു കോമഡീസ്, ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കോമഡീസും കിഡിലായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് കോമഡിയാണ്. നൈസായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോപ്കോൺ ഒക്കെ മേടിച്ചിരിക്കുകയാണെങ്കിൽ അതും ചവച്ച് ചിരിച്ച് അങ്ങ് ഇരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പടം, അതുവരെ ഇതൊരു ചെറിയ ഒരു പടം, ആ ഒരു മൂഡിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതിനെ ഒറ്റയടിക്ക് ഒരു വലിയ പരിപാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് സെക്കൻഡ് ഹാഫ് പടം പോകുന്നത്. നമ്മൾ നൈസായിട്ട് ചെറിയ ഒരു ഫാമിലി ബേസ് ഒക്കെ ചെയ്ത് പോകുന്ന പടം ഈ ഡാർക്കിന്റെ ഒക്കെ ഈ സാത്താന്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് പെട്ടെന്നൊരു കുതിച്ചു കയറ്റം സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് എല്ലാം അതൊരു സുഖമായില്ല, സുഖം തോന്നിയില്ല, അത് അങ്ങോട്ട് ദഹിച്ചില്ല. സത്യം പറഞ്ഞാൽ അത് അത്ര ഒരു ആ ഒരു ലെവലിൽ പൊക്കോണ്ടിരുന്ന ഒരു പടം ഒറ്റയടിക്ക് ഒരു ഹൈയിലോട്ട് കയറിയപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല. അത്ര അങ്ങനെ ആക്കണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ നിർത്താൻ നോക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഒരു വൻ ബടാ പരിപാടി പിടിക്കാൻ നോക്കി, അത് സത്യം പറഞ്ഞാൽ പാളിപ്പോയി. സെക്കൻഡ് ഹാഫ് കൊണ്ട് കളഞ്ഞു. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ലെവലൊന്നും ഇല്ല. കോമഡീസും എല്ലാം വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറവാണ്. കഥ തന്നെ സീരിയസിലോട്ട് കയറി അങ്ങനെ പോകുന്നത് സുഖലായി. പിന്നെ ഇനി പാർട്ട് 2 ഉണ്ട്. അതുപോലത്തെ ഒരു ലെവലിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ പാർട്ട് 2. ഫാമിലീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടംപോലെ കോമഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നല്ല അടിപൊളി കോമഡീസും കാര്യങ്ങളാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഹലോ മമ്മി. അടുത്തുള്ള തിയേറ്റേഴ്സ് എല്ലാം പോയി നിങ്ങൾ കണ്ടു നോക്കുക. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്.